ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് MCO 01 എന്ന സബ്ജക്റ്റിൻ്റെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻസ് എന്ന ചാപ്റ്ററാണ്. സോ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതാണ്, വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് എ പേഴ്സൺ. അതായത് നമ്മളെ പുറത്തേക്ക് കാണുന്നൊരു എക്സ്റ്റേണൽ ബാഹ്യത്തോട്ട് അപ്പിയറൻസ് ചെയ്യുന്നൊരു രൂപം, പുറത്തോട്ട് കാണുന്ന ഒരു രൂപമാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ലിറ്ററലി അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ദാറ്റ്സ് നോട്ട് ട്രൂ. പക്ഷേ അങ്ങനെയല്ല ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദർ ആർ മെനി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരാളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് വേറെയും ഒത്തിരി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ട്രെയ്റ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരാളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദ ഇൻ്റർ റിലേഷൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദ വേ ഇൻ വിച്ച് എ പേഴ്സൺ റെസ്പോൺസ് ആൻഡ് അഡ്ജസ്റ്റ് ടു അതർ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ്. സോ നമ്മൾ ഒരാളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദ ഇൻ്റർ റിലേഷൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദ വേ വിച്ച് എ പേഴ്സൺ. അതായത് നമ്മൾ അവരുമായിട്ടുള്ള ഇൻ്റർ റിലേഷൻ, അവരുമായിട്ട് എങ്ങനെയാണ് പരസ്പര ബന്ധമുള്ളത്, അവർ തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുള്ളത്. ആൻഡ് ദ വേ വിച്ച് പേഴ്സൺ റെസ്പോൺസ് ആൻഡ് അഡ്ജസ്റ്റ് അതർ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ. മറ്റുള്ള ആൾക്കാരോട് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെയും അത് ഒരു പേഴ്സണാലിറ്റിയെയും ബാധിക്കും. അതായത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ആ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പീപ്പിളിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡിറ്റർമൈൻസ് ദ ഹ്യൂമൻ എനർജി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എനർജീനെ നിർണ്ണയിക്കുന്നതാണ്. ഹ്യൂമൻ എനർജീനെ, നമ്മളെ മനുഷ്യരുടെ ഊർജത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് എ മാൻ ബോൺ വിത്ത് certain physical and mental qualities, but the environment in which he is brought up shapes his personality. അതിൽ പേഴ്സണാലിറ്റി ബിലീവ് ചെയ്യുന്നത് that a man born with a certain physical and mental qualities. ഒരു മാന് അയാളുടെ തന്നെ ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് കൊണ്ടായിരിക്കും ആൾ ജനിക്കുന്നുണ്ടാവുക. പക്ഷേ അവിടെയുള്ള ചുറ്റുപാടുകൾ, എൻവിറോൺമെൻറ്റ്, സാഹചര്യങ്ങളൊക്കെ അയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്ത് കൊടുക്കും. ആൾ ജനിച്ചപ്പോഴുള്ള പേഴ്സണാലിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി ആൾ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എ മാൻ ഈസ് ബോൺ വിത്ത് സർട്ടൈൻ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്വാളിറ്റീസ്. ദ എൻവിറോൺമെൻറ്റ് ഫർദർ ഷേപ്സ് ഹിസ് പേഴ്സണാലിറ്റി. അതായത് മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്, ഒരു മാന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്വാളിറ്റീസുമായിട്ടാണ് ബോൺ ചെയ്യുക. എൻവിറോൺമെൻറ്റ് അതിനെ ഷേപ്പ് ചെയ്തിട്ട് ഒരു പേഴ്സണാലിറ്റി ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ പേഴ്സണാലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് ദ വേയ്സ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ റിയാക്ട്സ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? ആസ് ദ സം ടോട്ടൽ ഓഫ് ദ വേയ്സ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ റിയാക്ട് ആൻഡ് ഇൻട്രാക്ട് വിത്ത് അതേഴ്സ്. ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെയാണ് പ്രതികരിക്കുക, റിയാക്ട് ചെയ്യുക, ഇൻ്ററാക്ട് ചെയ്യുന്നത്,
പോകുന്നത്, ഇടപഴകുന്നത്, ഇങ്ങനെയുള്ള ഒരു ഇതിൻ്റെയൊക്കെ ഈ ഒരു രീതികളുടെയൊക്കെ ഇതിൻ്റെയൊക്കെ വേൻ്റെ ഒരു സം ടോട്ടൽ ആകെ തുകയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റീൻ്റെ ഡിഫിനിഷൻ എന്തായിരിക്കും അപ്പം? പേഴ്സണാലിറ്റി ഡിഫൈൻഡ് ആസ് സം ടോട്ടൽ ഓഫ് ദ വേസ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ റിയാക്ട് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് others. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോത്ത് ഫിസിക്കലും സൈക്കോളജിക്കലുമായിട്ടുള്ള ക്വാളിറ്റീസാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ. മാനസികപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇറ്റ് ഈസ് എ യുണീക്ക് ദാറ്റ് മീൻസ് നോ ടു ഇൻഡിവിജ്വൽ ഹാവ് സെയിം പേഴ്സണാലിറ്റി. അത് യുണീക്കായിരിക്കും, രണ്ടു പേർക്കും എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള സെയിം പേഴ്സണാലിറ്റി കിട്ടൂല. രണ്ടുപേരും എന്തെങ്കിലും കാര്യത്തിൽ യുണീക്കായിരിക്കും. പിന്നെ പേഴ്സണാലിറ്റി ഈസ് ഡൈനാമിക് ഇൻ ദ സെൻസ് ഓഫ് ഇറ്റ് ചേഞ്ചസ് ടൈം വിത്ത് ടൈം ഇൻ സിറ്റുവേഷൻ. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചേഞ്ച് ഫ്ലെക്സിബിളാണ്, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് ചേഞ്ചസ് ആണ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പേഴ്സണാലിറ്റി മാറാം. ഇറ്റ് ഈസ് ദ മാനർ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ് വിത്ത് ഓതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മാനറും കൂടെ എന്തിലുണ്ട്? പേഴ്സണാലിറ്റിയിലുണ്ട്. പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ദ പെർഫോമൻസ് ആൻഡ് ഗോൾ അച്ചീവ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. പേഴ്സണാലിറ്റി ഒരാളുടെ പെർഫോമൻസിനെയും അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെയൊക്കെ എന്താക്കും? ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കും. സോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇതാണ് വരുന്നത്. അയാളുടെ സൈക്കോളജിക്കലും ഫിസിക്കലുമായിട്ടുള്ള കാര്യങ്ങളിട്ട് ഇൻവോൾവ് ആവും. പിന്നെ യുണീക്കാണ് എല്ലാവരുടെ പേഴ്സണാലിറ്റി. പിന്നെ ഡൈനാമിക്കാണ്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഒരു ആളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബയോളജിക്കൽ ഫാക്ടറുണ്ട്, ഫാമിലി ഫാക്ടറുണ്ട്, പിന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടറുണ്ട്, സിറ്റുവേഷണലും ബയോളജിക്കൽ ഫാക്ടറും ഉണ്ട്. സോ നമുക്കാദ്യം എന്ത് നോക്കാം? ബയോളജിക്കലായിട്ടുള്ള ഫാക്ടർ നോക്കാം. ദീസ് ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് ടു ഹ്യൂമൻ ബോഡി. ഈ ഒരു ഫാക്ടർ ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, മനുഷ്യൻ്റെ ശരീരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദിസ് ഈസ് ജനറലി എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് എ പേഴ്സൺ. ഇത് ജനറലി നമ്മളുടെ പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള രൂപം വെച്ചിട്ടാണ്, അപ്പിയറൻസ് വെച്ചിട്ടാണ് ഫാക്ടർ ചെയ്യുന്നത്. ബയോളജിക്കൽ ഫാക്ടർ. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാരമ്പര്യം. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യം എന്നാണ്. ഇറ്റ് റെഫേഴ്സ് ദോസ് ക്വാളിറ്റീസ് transmitted by the parents next generation. Those include physical stature, facial attractiveness, gender, color or skin, hair and eyeballs, temperament, skins and abilities, intelligence, energy levels, etc. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, പാരമ്പര്യമായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാറുണ്ട്. ക്വാളിറ്റീസ് ട്രാൻസ്മിറ്റഡ് ബൈ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? ക്വാളിറ്റീസാണ് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്തൊക്കെയാവാം? ഫിസിക്കലായിട്ടുള്ള, കാണാൻ അതേപോലെ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഫേഷ്യലായിട്ടുള്ള. അപ്പം നമ്മളൊക്കെ പറയാറുണ്ട് പാരൻറ്റിനെ പോലെ, ഫാദറിനെ പോലെയാണ്, മദറിനെ പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐസ്, ടെമ്പറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കഴിവുകളല്ല നമ്മളുടെ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, സ്കിൽസ്, ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാം. അത് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ബ്രെയിൻ. സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ബ്രെയിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി. ഒരു സ്ട്രക്ചർ, നമ്മുടെ ബ്രെയിനിൻ്റെ കോമ്പോസിഷൻ, നമ്മുടെ ബ്രെയിനിൻ്റെ ഘടനയും അതിൻ്റെ വ്യക്തിത്വമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്
പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വ രൂപീകരണത്തിനൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നത് എന്താണ്? ബ്രെയിനാണ്. ബ്രെയിൻ എന്താണ്? ബ്രെയിൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ജീവശാസ്ത്രപരമായിട്ടുള്ള ഫാക്ടേഴ്സിനെ ബ്രെയിനും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളെ പേഴ്സണാലിറ്റി എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം എന്ന് ആക്ച്വലി തീരുമാനിക്കുന്നത് ബ്രെയിൻ തന്നെയാണ്. സോ അടുത്തത് ഫിസിക്കൽ ഫാക്ടേഴ്സാണ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് റേറ്റ് ഓഫ് മെച്യൂറേഷൻ ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി. അതായത് ശാരീരിക സവിശേഷതകൾ, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ആൾക്കാരുടെ മെച്ചുവേർഡായിട്ട് ഓരോരോ പേഴ്സണാലിറ്റി, നമ്മുടെ പക്വതയുള്ള ഒരു വ്യക്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാണ്. ഇപ്പോൾ വലുപ്പത്തിൽ കാണാൻ ചെറിയ ആൾക്കാരെ നമ്മളെപ്പോഴും കുട്ടിയായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആൾക്കൊരു മെച്യൂരിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ഇത് വരും. അതേപോലെയാണ് ഫിസിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മളെ പേഴ്സണാലിറ്റിനെ എഫക്റ്റ് ചെയ്യും. ദ റേറ്റ് ഓഫ് മെച്യൂറേഷൻ ഈസ് റിലേറ്റഡ് ടു ദ ഫിസിക്കൽ സ്റ്റേച്ചർ. ഇപ്പം നമ്മളുടെ എത്രത്തോളം നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു വളർച്ചയുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് കൂടും? പക്വതയായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഹൈറ്റ്, കളർ, മസിൽ സ്ട്രെങ്ത് എക്സെട്ര. ഹൈറ്റ്, കളറ്, മസിൽസ്, പിന്നെ അയാളുടെ സ്ട്രെങ്ത്ത്, അയാളുടെ ശക്തി, ഇതൊക്കെ ഒരു ഫിസിക്കൽ ഫീച്ചറിനെ ഇൻക്ലൂഡഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി ഫാക്ടേഴ്സ് ആണ്. ഫാമിലി ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ദ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സണാലിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഓരോരോ പേഴ്സൻ്റെ. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിങ് സോഷ്യൽ ബിഹേവിയേഴ്സ് ഫ്രം ദ ഫാമിലി, സൊസൈറ്റി ബൈ ടു ആൻ ഇൻഫൻറ്റ്. This behavior patterns are customary and a child is compelled to adopt due to the family and social pressures. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സാണ്. അത് അക്വയറിങ് സോഷ്യൽ ബിഹേവിയേഴ്സ് ഫ്രം ഫാമിലി, സൊസൈറ്റി ബൈ ആൻ ഇൻഫൻറ്റ്. ഒരു കുഞ്ഞിനെ വാങ്ങണം എന്നുള്ളത്. സോ നമ്മൾ ഒരു കുഞ്ഞിനെ വാങ്ങുക എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെയും ഫാമിലിയിൽ നിന്നും സോഷ്യലി എല്ലാ ഭാഗത്തു നിന്നൊരു പ്രഷർ ഉണ്ടാവുക, ഒരു ബിഹേവിയർ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഈ ബിഹേവിയർ പാറ്റേണ് നമ്മളുടെ കുഞ്ഞ് വാങ്ങണം എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കമ്പൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ഫാക്ടേഴ്സ് നമ്മളെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യപ്പെടുകയാണ്. നമ്മളെ ഡിസിഷന് ചിലപ്പോൾ അതായിരിക്കത്തില്ല, പക്ഷേ നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യപ്പെടുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പേഴ്സൺ ട്രൈസ് ടു ഐഡൻറ്റിഫൈ ഹിംസെൽഫ് സച്ച് എ പേഴ്സൺസ് ഹൂ ഫീൽസ് ഐഡിയൽ ഇൻ ദ ഫാമിലി. ഇപ്പം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ കുറിച്ച് അയാൾ തന്നെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു ഫാമിലീൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് ആ ഒരു ഫാമിലിയിൽ അനുയോജ്യനാണെന്ന് തോന്നുന്ന ചില തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നതിനാണ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ഹിംസെൽഫ് എന്തിനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആൾ ഈ ഒരു ഫാമിലിയിൽ ഉള്ള ആളാണോ, ഉണ്ടാവേണ്ട ആളാണോ, അനുയോജ്യനായ ആളാണോ എന്നുള്ളത് തിരിച്ചറിയുക. ജനറലി എ ചൈൽഡ് ട്രൈസ് ടു ബിഹേവ് ആസ് ഹിസ് ഫാദർ ആൻഡ് മദർ. അത് പൊതുവെ ഒരു കുട്ടി അവൻ്റെ അച്ഛനെയോ അമ്മയോ ആയി പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ള ഒരാളാവാൻ വേണ്ടിയിട്ട് പാരൻസിനെ പോലെ പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതാണ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഒബീവിയസ്ലി മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടി ശ്രമിച്ചാൽ ആളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവും. പിന്നെ ബർത്ത് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബോൺ ചൈൽഡ്
are likely to more dependent, more rational, ambitious, hardworking, cooperative and less aggressive. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മളുടെ ജനനക്രമമാണ്, നമ്മളെ ബർത്ത് ഓർഡറാണ്. അതിൽ സ്പെസിഫിക്കലി എടുത്തു പറയുന്നത് ആദ്യം ജനിച്ച കുട്ടികൾക്ക് കുറച്ചും കൂടെ ലൈക്ലി മോർ ഡിപ്പെൻഡൻ്റ് ആണ്, മറ്റുള്ളവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ള രീതിയിലുള്ള ഡിപ്പെൻഡൻ്റ് ആണ്. കാര്യം വീട്ടിലെ ഫസ്റ്റത്തെ കുട്ടിയാണ്, അപ്പോൾ ആസ് എ കുട്ടി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതായത് മുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാ ബാധ്യതകളും ആളുടെ ഇതായിരിക്കും, എന്നാലും കമ്പാരിറ്റീവ്ലി അവർ ചെറുപ്പത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, മോർ റാഷണൽ ആയിരിക്കും, അംബീഷ്യസ് ആയിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, കോർപ്പറേറ്റീവ് ആയിരിക്കും, എല്ലാവരായിട്ടും അധികം അക്രമാസക്തിയുള്ള ആളായിരിക്കില്ല, ലെസ് അഗ്രസീവ് ആയിരിക്കും. പിന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ദീസ് ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ആൻഡ് അറൗണ്ട് ദ ഇൻഡിവിജ്വൽ. ഈ ഒരു ഫാക്ടർ ഇൻഡിവിജ്വലിലും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ എറൗണ്ടും ഉള്ള ഒരു എൻവിറോൺമെൻ്റലി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്നത്. So they are social and cultural factors. അത് സോഷ്യലും അല്ലെങ്കിൽ കൾച്ചറലും ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. ഒരു വ്യക്തിയുടെ പരിസരത്തൊക്കെ നിൽക്കുന്ന ഘടകങ്ങളാണ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളുണ്ടാവും. കൾച്ചർ ഡിറ്റർമൈൻസ് ഡിസിഷൻ മേക്കിംഗ്, ആറ്റിറ്റ്യൂഡ്സ്, ഇൻഡിപെൻഡൻസ്, അഗ്രഷൻ, കോമ്പറ്റീഷൻ, കോർപ്പറേഷൻ ആൻഡ് ഷൈനസ്. കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുക്കുക, നമ്മളുടെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, അഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അക്രമാസക്തനായിട്ടുള്ള കോമ്പറ്റീഷന്, നമ്മൾക്ക് മത്സരബുദ്ധി, കോർപ്പറേഷൻ ആൻഡ് ഷൈനസ്. ഇങ്ങനെയുള്ളതിനൊക്കെ എന്താണ് നിർണ്ണയിക്കുന്നത്? കൾച്ചറാണ് നിർണ്ണയിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു ബിഹേവ് അക്കോർഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചർ ഓഫ് ദ സൊസൈറ്റി. ഒരു പേഴ്സൺ, ഒരാൾ അവിടുത്തെ ആ ഒരു സൊസൈറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്നുകൊണ്ട് പെരുമാറാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. അതാണ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അത് നമ്മളെ പേഴ്സണാലിറ്റിനെ ഡെവലപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ളതിൽ നിന്നൊരു കൾച്ചർ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാൾ ആ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് ആ കൾച്ചറിൽ പറയുന്ന തെറ്റും ശരിയും ഫോളോ ചെയ്ത് വരുമ്പോൾ ഒബിയസ്ലി ആളുടെ പേഴ്സണാലിറ്റി അതിനനുസരിച്ചിട്ട് ചേഞ്ച് ആവും. നെക്സ്റ്റ് പറയുന്നത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സാണ്, സാഹചര്യത്തിനനുസരിച്ചുള്ള ഫാക്ടേഴ്സാണ്. സോ an individual's personality is a stable and consistent. ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റി സ്റ്റേബിൾ ആയിരിക്കും, അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരവും അതേപോലെ സ്ഥിരതയുള്ളതും സുസ്ഥിരതയുള്ളതും ആയിരിക്കും. ഇറ്റ് ചേഞ്ചസ് ഇൻ ഡിഫറൻറ്റ് സിറ്റുവേഷൻസ്. അത് ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. ആക്ഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഡിറ്റർമൈൻഡ് ബൈ സിറ്റുവേഷൻ. ഓരോരോ ഇൻഡിവിജ്വൽസിനനുസരിച്ചിട്ട് അവരവരുടെ ആക്ഷൻസും കാര്യങ്ങളും സിറ്റുവേഷനനുസരിച്ചിട്ട് മാറും, അത് ഡിറ്റർമൈൻ ചെയ്യും. പിന്നെ ഹാസ് സിറ്റുവേഷൻ എക്സേർട്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സാഹചര്യം ഓരോരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റിനെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ് വരുത്തുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ഒരു സിറ്റുവേഷന് വരുത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് പേഴ്സണാലിറ്റീൻ്റെ ടൈപ്സ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം കുറച്ചുണ്ട്, സോ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ് ദ മെയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ്
ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ആൾ. അക്കോർഡിംഗ് ടു ഹിം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 16 പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ദ പ്രിപ്പയർ സെറ്റ് ഓഫ് 100 ക്വസ്റ്റ്യൻ ഫോർ ദ ടെസ്റ്റ് നോൺ ആസ് MPTI, അതായത് മേയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ പേഴ്സണാലിറ്റീസ് ലൈക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ത്രൂ ദെയർ ടെസ്റ്റ്. ഈ ഒരു 100 ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് വഴി അവർ ഏത് പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദേ യൂസ്ഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് സ്കെയിൽ EINSTFJP. ഇങ്ങനെയാണ് ഓരോരോ പേഴ്സണാലിറ്റിയെയും അവർ ഓരോരോ അക്ഷരങ്ങളായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിട്ടാണ് സ്കെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രോവേർട്ടാണ്. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്ടാണ്. പിന്നെ N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റ്യൂറ്റീവ്, സെൻസേഴ്സ് S, T തിങ്കേഴ്സ്, F ഫീലേഴ്സ്, J ജഡ്ജേഴ്സ്, P പെർസീവേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എൻജോയ് വെറൈറ്റി ഓഫ് ടാസ്ക് ലൈക്ക് ക്വിക്ക് പേസ്, സോഷ്യലബിൾ, പ്രാക്ടിക്കൽ പെർഫോമൻസ്. അതായത് പെട്ടെന്ന് തന്നെ സോഷ്യലൈസ് ആവുന്ന, പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുന്ന, പ്രാക്ടിക്കൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാരാണ് എക്സ്ട്രോവേർട്സ് എന്ന് പറയുക. ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് വർക്കിംഗ് അലോണ്, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഫോക്കസ് ഓൺ ടാസ്ക് അറ്റ് ദ ടൈം, ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ടാസ്ക് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്യും. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും, റിസ്ക് എടുക്കാൻ അധികം ആഗ്രഹമില്ലാത്ത ആളായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നീഡ് മോട്ടിവേഷൻ ഫ്രം ടൈം ടു ടൈം, ഓരോരോ സമയത്തും മോട്ടിവേഷൻ ആൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇൻറ്റ്യൂറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും ആൻഡ് ഇമേജിനേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചില കഥാകൃത്തിനൊക്കെ കണ്ടില്ല, എപ്പോഴും ചിന്താകൃതരായിരിക്കും, എപ്പോഴും ക്രിയേറ്റീവായിട്ട് ഇന്നോവേറ്റീവായിട്ട് എപ്പോഴും വേറെ ഏതോ ഒരു ലോകത്തൊക്കെ ഇമാജിൻ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻറ്റ്യൂറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ലേൺ ടു സെൻസേഴ്സ്, ഫോക്കസ് ഓൺ ഫാക്ട്സ് ആൻഡ് യൂസ് പാസ്റ്റ് എക്സ്പീരിയൻസ്. സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഫാക്ട്സ് മാത്രം വിശ്വസിക്കുന്ന, ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും ദൈവത്തിലൊന്നും വിശ്വസിക്കാതെ എന്താണോ ഫാക്റ്റ് അതിൽ മാത്രം വിശ്വസിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അത് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും, റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ കൺസിസ്റ്റൻ്റ്, ലോജിക്കൽ, ഇംപേഴ്സണൽ, വാല്യൂ, ഹോണസ്റ്റി. അവരെപ്പോഴും ഒരു സാധനത്തിനെ കുറിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചിന്തിക്കും, അതിന് ശേഷമാണ് ഒരു ലോജിക്കലായിട്ടുള്ള തീരുമാനം എടുക്കുക. അവർ ഇംപേഴ്സണൽ ആയിരിക്കും, ഹോണസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും, വാല്യൂ ഉള്ള ആൾക്കാരായിരിക്കും. ദീസ് ആർ കോർപ്പറേറ്റീവ് ആൻഡ് ഇമോഷണൽസ്. ഫീലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റീവും ഇമോഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. പിന്നെ ജഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ഓർഗനൈസ്ഡ്, കോൺഫിഡൻറ്റ് ആൻഡ് ഒബീഡിയൻറ്റ്. അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ എന്തും കൂടെ ആയിരിക്കും, ഇത്തരത്തിലുള്ള ആളുകൾ ആത്മവിശ്വാസമുള്ള ആൾക്കാരായിരിക്കും, അനുസരണയുള്ള ഒബീഡിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അതേപോലെ തന്നെ സംഘടിതരായിട്ടുള്ള ആൾക്കാരുമായിരിക്കും, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിരിക്കും. പിന്നെ പെർസീവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും പെർസീവ് ചെയ്യുന്ന, എന്തും ഗ്രഹിക്കുന്ന ആൾക്കാരാണ്, എല്ലാം കേൾക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഫ്ലെക്സിബിൾ ആയിരിക്കും. കീപ് ദെയർ ഓപ്ഷൻസ് ഓപ്പൺ, അവരുടെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ തുറന്നിടും. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ ആരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പെർസീവേഴ്സ് എന്ന് പറയുന്നത്. സോ
ഇതിൽ നമുക്ക് മുന്നത്തെ ഇതിൽ പറയുന്നത് ഓരോരോ ഒരു മിനിറ്റ്, ഇതിൽ മുന്നേ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോരോ പേഴ്സണാലിറ്റി ഉണ്ട്. ബ്രിഗ്സ് കണ്ടെത്തിയിട്ടുള്ള 16 പേഴ്സണാലിറ്റിയാണ് ഇത് വരുന്നത്. ഇതിൽ ISTG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ അക്ഷരങ്ങൾ നമ്മൾ നോക്കുക. I എന്ന് പറഞ്ഞാൽ I മീൻസ് ഇൻട്രോവേർട്ട്, S മീൻസ് സെൻസേഴ്സ്, T മീൻസ് തിങ്കേഴ്സ്, J മീൻസ് ജഡ്ജസ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരാളുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് നെക്സ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്ട്, സെൻസേഴ്സ്, തിങ്കേഴ്സ് ആൻഡ് P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, പേഴ്സീവേഴ്സ് ആണ്, കേൾക്കാൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് അടുത്ത പേഴ്സണാലിറ്റിയാണ്. ഈ ഒരു ഫസ്റ്റ് വരിയിലുള്ള പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ഇൻട്രോവേർട്ടും സെൻസേഴ്സും കൂടെയാണ് ഫസ്റ്റ് വരുന്നത്. ബാക്കിയുള്ളതാണ് ചേഞ്ച് ആവുന്നത്. അടുത്തത് ഇൻട്രോവേർട്ടാണ്, സെൻസറാണ്, പിന്നെ ഫീലേഴ്സാണ്, പിന്നെ ജഡ്ജേഴ്സും കൂടെയാണ്. പിന്നെ അടുത്തത് ഇൻട്രോവേർട്ട്സാണ്, സെൻസേഴ്സാണ്, ഫീലേഴ്സാണ്, പിന്നെ പെർസീവേഴ്സുമാണ്. സോ ഇതാണ് ഫസ്റ്റത്തെ 4 പിന്നെ വരുന്നത് INFJ ആണ്. INFJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്ട്സാണ്. ഇൻറ്റ്യൂറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇൻറ്റ്യൂറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ F ഫീലേഴ്സാണ്, J ജഡ്ജ്മെൻറ്റ്. ഇതൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു 16 ആൾക്കാർ. അപ്പോൾ ഒരാൾ ഒരേ സമയം ഇൻട്രോവേർട്ടായിരിക്കും, അതേപോലെ തന്നെ ആൾ തിങ്ക് ചെയ്യുന്ന ആളായിരിക്കും, ആൾ ജഡ്ജ് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ ഒരാൾക്ക് ഒരേ സമയം ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് പേഴ്സണാലിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ആകെ ആൾ ഇത്രയും 16 ടൈപ്പായിട്ട് എടുത്തിട്ടുള്ളൂ. ഒരാൾക്കുള്ള പേഴ്സണാലിറ്റി ഒരാൾക്ക് ഉണ്ടാവില്ല. ഒരാൾ ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ്പെക്ട്സ് ഉള്ളൊരു ഇൻട്രോവേർട്ട് ആയിരിക്കുമല്ലോ മറ്റേ ആളുടെ തിങ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതാണ് ഈ ഒരു 16 പേഴ്സണാലിറ്റിയിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതുതന്നെയാണ് ഈ ഇതായിട്ട് വരുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ISFJ മുന്നേ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ISFJൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ISFJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇൻട്രോവേർട്ട് പ്ലസ് സെൻസേഴ്സ് പ്ലസ് ഫീലേഴ്സ് ജഡ്ജേഴ്സാണ്. അതായത് ആളൊരു ഡിഫെൻഡർ ആയിരിക്കും. ആൾ ഇൻട്രോവേർട്ടാണ്, സെൻസർ മീൻസ് അയാൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്, ഫാക്റ്റിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. സോ പിന്നെ ഫീലറുമാണ്, ആൾ എപ്പോഴും ഇമോഷണലായിട്ടുള്ള, എപ്പോഴും നല്ല ആൾ എന്തെങ്കിലും കാര്യം വന്നാൽ ഇമോഷണലായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ജഡ്ജേഴ്സാണ്, ആൾ എപ്പോഴും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒബീവിയസ്ലി ഒരു ഡിഫെൻഡർ ആവും, എന്ത് വന്നാലും പ്രതികരിക്കുന്ന ഒരാളായിട്ട് മാറാനാണ് എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്. അപ്പം എങ്ങനെയാണ് എല്ലാ 16 വരുന്നത്. സോ അത് 16 ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു ടേബിൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും മനസ്സിലാവും. ടേബിൾ തന്നെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. എന്തിൻ്റെ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിൻ്റെ രണ്ടാമത്തെ ഇത് വരുന്നത് ദ ബിഗ് 5 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. വലിയ ബിഗ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അതിലൊന്നാമത്തേതാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the person who gives more importance to family than anything else. മറ്റുള്ള എന്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുക, ഫാമിലിക്ക് കൊടുക്കുക. he take care of his family members and does everything for family only. ഇങ്ങനെയുള്ള ആൾക്കാർ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുള്ളൂ, ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അതാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത്. ഇനി അഗ്രിയബിൾ എന്ന് പറയുന്നത്
അഗ്രിയബിൾനെസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ തിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഡിഫറെൻറ്റ് വേയിലാണ് ചിന്തിക്കുക എന്ന് മീൻസ് ഇങ്ങനെയുള്ള മറ്റുള്ള വേലാണ് വേറുള്ള വേലാണ് മറ്റേതെങ്കിലും വഴിയിലായിരിക്കും എന്താക്കുക കാര്യങ്ങൾ അംഗീകരിക്കുക. പേഴ്സൺ തിങ്സ് അംഗീകരിക്കുക. ദേ ഹാവ് കോൺഫിഡൻസ് ദംസെൽഫ്. അവരെ ആ ഒരു വഴിയിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദെയർ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. മറ്റുള്ളവർ പറയുന്ന ഐഡിയാസിനേക്കാളും അവർ പറയുന്ന ഐഡിയാസും തോട്ട്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് അവരെന്നെ എന്താക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ജനറലി എഗ്രീസ് ടു അതർ പോയിന്റ് ഓഫ് വ്യൂ ക്വൈറ്റ് ഈസിലി. അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സൺസ് മറ്റുള്ളവർ ഇതേപോലെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനോട് പ്രത്യേകം യോജിക്കുന്ന ആളായിരിക്കും. പിന്നെ അടുത്തത് കോൺഷ്യസ് ആണ്. അതായത് ഒരു മനസാക്ഷി. ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ക്യാൻ കൺട്രോൾ ദയർ ഇമോഷൻസ് ആൻഡ് ഹാവ് എ വെരി സ്റ്റേബിൾ have this type of people are more reliable and quite friendly. They understand other concerns and almost follow their heart. ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ റിലയബിൾ ആണ്, വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഫ്രണ്ട്ലി ആയിരിക്കും, സൗഹൃദപരമായിട്ട് ഇടപെടുന്ന ആളായിരിക്കും. മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അവരുടെ ഹാർട്ടിനെ, അവരുടെ ഹൃദയത്തെ എപ്പോഴും ഫോളോ ചെയ്യുകയും ചെയ്യും. അതായത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തുവാണെങ്കിലും ചെയ്യുന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മറ്റുള്ളവരെന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അവർ കൂടുതൽ വിശ്വാസമുള്ള ആളായിരിക്കും, ക്വൈറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. പിന്നെ അടുത്തത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ക്യാൻ കൺട്രോൾ ദെയർ ഇമോഷൻസ് ആൻഡ് ഹാവ് വെരി സ്റ്റേബിൾ മൈൻഡ്. They can withstand any type of stress. They can blend and bold. അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ആൾക്കാർ, ഇത്തരം ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ കൺട്രോൾ ദെയർ ഇമോഷൻസ്, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെരി സ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡായിരിക്കും അവർക്ക്, എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും അവർക്ക്, അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. പിന്നെ ദേ ക്യാൻ വിത്ത് സ്റ്റാൻഡ് എനി ടൈപ്പ് ഓഫ് സ്ട്രെസ്. അവർ ഏത് തരത്തിലുള്ള സ്ട്രെസ്, ഏത് തരത്തിലുള്ള ഒരു വികാരത്തിനെയും സമ്മർദ്ദത്തിനെയൊക്കെ നേരിടാനുള്ള ഒരു കഴിവുണ്ടാവും. ദേ ക്യാൻ ബ്ലൻഡ് ആൻഡ് ബോൾഡ്. അവർക്ക് മൂർച്ചയുള്ളതും, ബ്ലൻഡ് പറഞ്ഞാൽ കുറച്ച് ഒരു മൂർച്ചയുള്ള, അല്ലെങ്കിൽ ബോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമുള്ളവളും ആവാനായിട്ട് ഈ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പറ്റും. പിന്നെ അഞ്ചാമത്തേതായിട്ട് വരുന്നത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഓപ്പൺ ചെയ്യാനുള്ള. ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ഓൾവൈസ് ട്രൈസ് ടു ലേൺ ഫ്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പക്ഷേ അത് ഒന്നും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെപ്പോഴും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഇപ്പം ആളുകളുടെ ഒരു അനുഭവിക്കാനുള്ള മനസ്സ് പ്രായോഗിക അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ദേ ആർ ഓൾവേസ് ഓപ്പൺ ദെയർ ന്യൂ ഐഡിയാസ് ആൻഡ് നോളേജ്. ദേ ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് കൊണ്ടുവെക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫിസിയോഗമിക് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഫിസിയോഗ്നമിക് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് പേഴ്സണാലിറ്റി ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ. ഫിസിയോഗ്നോമി പേഴ്സണാലിറ്റി ക്യാൻ ബി 3 ടൈപ്സ്. നമ്മൾ ഫിസിക്കൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്
ഫിസിയോഗ്നോമിക് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് 3 ടൈപ്പാണുള്ളത്. ഒന്ന് എൻഡോമോർഫും, മിസോമോർഫും, എക്ടോമോർഫും ആണ്. ഒന്ന് എൻഡോമോർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ലൈക്ക്ഡ് ബൈ ബിക്കോസ് ഓഫ് ദേ ആർ വെരി ഫ്രണ്ട്ലി, ഹെൽപ്പിംഗ്, കൺസേൺഡ് അബൌട്ട് അതേഴ്സ് ആൻഡ് ലെസ് റിയാക്റ്റീവ്. ദേ സീക്ക് കംഫർട്ട് ആൻഡ് ആർ ഫോണ്ട് ഓഫ് ഡെലീഷ്യസ് ഫുഡ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവരും ഇഷ്ടമായിരിക്കും. ലൈക്ലി ഓൾ ബിക്കോസ് ആൾ ഫ്രണ്ട്ലി ആണ്, ഹെൽപ്പിംഗ് ആണ്, മറ്റുള്ളവരെ കുറിച്ച് കൺസേൺഡ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. റിയാക്റ്റീവായിട്ടുള്ള ടൈം കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു കംഫർട്ടായിട്ടുള്ള സോണിൽ നിർത്തുന്ന ഒരാളാകുമ്പോൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റീനെയാണ് ഫിസിയോഗ്നോമിക് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് എൻഡോമോർഫ് എന്ന് പറയുന്നത്. മിസോമോർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാസ് സ്ട്രോങ് ബോഡി ആൻഡ് ദേ ലൈക്ക് അഡ്വഞ്ചർ, സ്പോർട്ടീവ്, ബോഡി ബിൽഡിംഗ്, അഗ്രസീവ് ആൻഡ് ഫീൽ റെസ്റ്റ്ലെസ്. ഇങ്ങനെയുള്ള ആൾക്കാർ പുറമേക്ക് വലിയ ബോഡി ബിൽഡറൊക്കെ ആയിട്ടുള്ള നല്ല ശക്തിയുള്ള ആളായിരിക്കും. ആൾ അഡ്വഞ്ചറസ് ഇഷ്ടമാണ്, സ്പോർട്സ് ഇഷ്ടമാണ്, ആൾ അഗ്രസീവാണ്, ചില സമയത്ത് പെട്ടെന്ന് അക്രമാസക്തനാവും, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ റിസ്ക് ടേക്ക് ചെയ്യാനും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. പിന്നെ എക്ടോമോർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ഹാവ് some specific physical characteristics like thin and flat chest, intelligent, shy, avoids social gatherings, anxious, ambitious, dedicated and responsive. എക്ടോമോർഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ മെലിഞ്ഞിട്ടുള്ളൊരു സവിശേഷത ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇൻ്റലിജൻ്റ് ആയിരിക്കും, കുറച്ച് ഷൈ ഉള്ള ആളായിരിക്കും, പിന്നെ സോഷ്യൽ ഗാദറിങ് ഒക്കെ ഇഷ്ടമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും എക്ടോമോർഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ടൈപ്പാണുള്ളത്. ഇനി 4ാമത്തെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സോഷ്യലായിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, പ്രാക്ടിക്കൽ പെർഫോമൻസ് ഉള്ള, റിസ്ക് ടേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, സെൽഫ് കോൺഫിഡൻസ് ആയിട്ടുള്ള, ഇൻഡിവിജ്വലി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സോഷ്യൽ ഗാദറിങ് ഇഷ്ടപ്പെടാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത ആൾക്കാരെയാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ടൈപ്പ് എ പേഴ്സൺസ് വെരി അഗ്രസീവ് ആയിരിക്കും, വോണ്ട് ടു അച്ചീവ് മോർ വെരി ലെസ് ടൈം. ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ടൈപ്പ് എ പേഴ്സണാലിറ്റീസ്. ടൈപ്പ് ബി പേഴ്സണാലിറ്റീസ് വരുന്ന സമയത്ത് ബൈ പേഴ്സൺ ഹു ഹാവ് ഡിസയർ ടു ഒബ്റ്റെയിൻ വൈഡ്ലി ഇൻക്രീസിങ് നമ്പർ ഓഫ് തിങ്സ് ലെസ് ടൈം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ടൈപ്പ് ബി ആൾക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് കൂട്ടാനായിട്ട് നോക്കുക. ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് കൂട്ടുക, അതായത് ആൾ എഫേർട്ട് ഇടുന്നുണ്ട്. ടൈപ്പ് ബി ആൾക്കാർ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ ടൈപ്പ് എ പേഴ്സൺ അഗ്രസീവായിട്ട് അക്രമാസക്തനായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് 5 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് നമ്മൾ പഠിച്ചു. ഇനി മോഡൽസ് ഓഫ് എ മാൻ, ഒരു മെന്നിൻ്റെ മോഡൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മോഡൽസ് ഓഫ് മെൻ ആണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ദിസ് മോഡൽ വാസ് ക്രിയേറ്റഡ് ബൈ എഡ്ഗർ സച്ചിൻ. അക്കോർഡിംഗ് ടു ഹിം ദർ ഈസ് 5 ടൈപ്സ് ഓഫ് മെൻ. ഒരു മെന്ന് 5 ടൈപ്സ് ആണ് ഉള്ളത്. അക്കോർഡിംഗ് ടു എഡ്ഗർ സച്ചിൻ്റെ അണ്ടേളാണ് 5 മെന്നിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേതാണ് റേഷണൽ എക്കണോമിക് മെന്ന്. റേഷണൽ എക്കണോമിക് മെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ എക്കണോമിക് റിവാർഡ്സ് റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് എ മെൻ. ഒരു ആളുടെ അക്കാഡമിക് ആയിട്ടുള്ള റിവാർഡ്സ് ആണ് ആ ഒരു മെന്നിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
പ്രതിഫലങ്ങളാണ്, പ്രതിഫലത്തിൻ്റെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. എ മെൻ മേക്സ് എ ബാലൻസ് ബിറ്റ്വീൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. ഇങ്ങനെയുള്ള റേഷണൽ എക്കണോമിക്സ് മെന്ന് ഒരു എക്സ്പെൻസിനെയും ഇൻകത്തിൻ്റെയും ഇടയിൽ ഒരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യും. ഹീ ഈസ് കൺസേൺഡ് ദ വാല്യൂ ഓഫ് ഹിസ് എഫേർട്സ് ആൻഡ് ആക്ഷൻസ്. അയാൾ എപ്പോഴും അയാളുടെ എഫേർട്സിനെ, അയാളുടെ പ്രവൃത്തികളെയും മൂല്യത്തിലെയും എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും. പിന്നെ ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ എനർജി ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ പ്രൊവൈഡിങ് മോർ മോണിറ്ററി റിവാർഡ്സ്. അപ്പോൾ ഈ ഒരു റേഷണൽ എക്കണോമിക് മാന് സജസ്റ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ എനർജി എന്തിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മോണിറ്ററി റിവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ്. മനുഷ്യൻ്റെ പ്രതിഫലം പണം നൽകിക്കൊണ്ട് മനുഷ്യ ഊർജം വേർതിരിക്കാം എന്നുള്ളതാണ്, എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു റേഷണൽ എക്കണോമിക് മെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. റിവാർഡ്സ് മോട്ടിവേറ്റ് മെൻ ടു യൂട്ടിലൈസ് ഓൾ ദെയർ പൊട്ടൻഷ്യൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എല്ലാ ആളുടെ പൊട്ടൻഷ്യലും, ആളുടെ എല്ലാ സാധ്യതകളും, എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് ആൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ആവുന്നത് റിവാർഡ്സ് ആണ്. അയാൾക്ക് എന്താണ് കിട്ടുന്നത്? റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോണിറ്ററി റിവാർഡ്സ് ആവാം, ഗിഫ്റ്റ് ആവാം, അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു റേഷണൽ എക്കണോമിക് മെന്നിൻ്റെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ രണ്ടാമത്തെ കേസ് വരുന്നത് റേഷണൽ എക്കണോമിക് മാൻ അല്ല വരുന്നത്. രണ്ടാമത്തത് കറക്റ്റായിട്ട് വരുന്നത് ഈ ഒരു രണ്ടാമത്തെ മാൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ മാൻ മോഡൽ എന്നാണ് കേട്ടോ. ഇതല്ല, ഓർഗനൈസേഷണൽ മാൻ മോഡൽ എന്നാണ് രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ മോഡൽ ഓഫ് മെന്നിൻ്റെ പേര് വരുന്നത്. ഈ ഓർഗനൈസേഷണൽ മാൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോയാലിറ്റി. ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ ലോയാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ബിലോങ്ങിങ് ആൻഡ് സാക്രിഫൈസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ്റെ ഗോൾ അനുസരിച്ചിട്ട്, അതായത് ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മാതൃകാപരമായിട്ടുള്ള ലോയാലിറ്റി ആയിട്ടുള്ള ആൾക്കാരെ മാതൃകയാക്കിയിട്ടാണ്. പിന്നെ വ്യക്തിഗത താല്പര്യം, വിശ്വസ്തത, ത്യാഗം, ഇങ്ങനെയുള്ള പെരുമാറ്റമൊക്കെയാണ് ഈ ഒരു റിയലൈസേഷനാണ് ഒരു ഓർഗനൈസേഷണൽ ഗോൾസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷണൽ മാന് വരുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റീവ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഈ ഒരു മാന് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓർഗനൈസേഷൻ ഷുഡ് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഈ ഒരു ഓർഗനൈസേഷന് ഇൻഡിവിജ്വൽസിൻ്റെ സാറ്റിസ്ഫാക്ഷന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഇറ്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ തന്നെ താല്പര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യും, മുന്നോട്ട് വയ്ക്കും. ലീഡർഷിപ്പ് ഷുഡ് ബി ഡെമോക്രാറ്റിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഓപ്പൺ. ലീഡർഷിപ്പിൽ കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ ഡെമോക്രാറ്റിക്, കൃത്യമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ മാൻ മോഡലിൽ നടക്കുന്നുണ്ടാവും. പിന്നെ മോട്ടിവേഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഈസ് എൻഷ്യേർഡ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടും കമ്മിറ്റ്മെൻറ്റ് എല്ലാവരായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എൻഷ്യൂർ ചെയ്യുക. പിന്നെ ഒരു ഓർഗനൈസേഷൻ മാൻ മോഡൽ എന്തിനു സാക്രിഫൈസ് ചെയ്യണം? ഫോർ സേക്ക് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനെ എപ്പോഴും സെയ്ക്ക് ചെയ്യണം. ഓർഗനൈസേഷന് എപ്പോഴും മുന്നിലാണ് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷണൽ മാൻ മോഡൽ സാക്രിഫൈസ് ചെയ്യണം. പിന്നെ തേർഡ് വണ്ണാണ് സോഷ്യൽ മാൻ. സോഷ്യൽ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് സോഷ്യൽ മാൻ ഉള്ളത്. സോഷ്യൽ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സോഷ്യലി ഉള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സൊസൈറ്റിയിലെ ഒരു സംഘടനത്തിനെ കൺസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മാന് വന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ ഒരു മോഡൽ അനുസരിച്ച് ഗ്രൂപ്പ് പ്രഷേഴ്സ് ആൻഡ് സാങ്ഷൻസ് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. നമ്മൾ മുന്നേ സൊസൈറ്റീനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആളുടെ ഗ്രൂപ്പായിട്ടുള്ള ആളുടെ പ്രഷറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഒരു സോഷ്യൽ മാൻ്റെ ഇൻഡിവിജ്വൽ ബിഹേവിയർ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സണാലിറ്റിൻ്റെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ തന്നെ പേഴ്സണാലിറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഫാമിലി ഫാക്ടേഴ്സിൽ ഈ ഒരു സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ മാൻ മോട്ടിവേറ്റഡ് ബൈ സോഷ്യൽ റിവാർഡ്സ് കിട്ടുന്നതാണ് ഒരു മാനിന് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകും. അപ്പോൾ സൊസൈറ്റി നല്ല കാര്യം പറയുമ്പോൾ അത് ആ ഒരു സോഷ്യൽ മാന് പോസിറ്റീവായിട്ടുള്ള റിവാർഡാണ്. ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഹിസ് സോഷ്യൽ സ്റ്റാറ്റസ് എമംഗ് ഹിസ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പോൾ ആൾക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേംസ് ആണ് ആളുടെ ആ ഒരു സൊസൈറ്റിയിലെ ആളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സ് നിന്ന് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റസ് ആണ് ആളുടെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. എംപ്ലോയീസ് ആക്സെപ്റ്റ് മാനേജ്മെന്റ് ഓർഡേഴ്സ് ആസ് ലോങ് ദേ ആർ കൺഗ്രുവൻറ്റ് വിത്ത് ഗ്രൂപ്പ് നോംസ്. അതായത് എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യും, മാനേജേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ അംഗങ്ങൾക്കിടയിൽ ജീവനക്കാർ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഓർഡറുകളൊക്കെ എന്താണ് കറക്റ്റായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഓർഡേഴ്സൊക്കെ ദീർഘകാലത്തേക്ക് അവർ അത് കേട്ടിരിക്കും. അതാണ് അവരുടെ നോം എന്ന് വിചാരിച്ചിട്ട് അതാണ് അവരുടെ ഇപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിൽ പോയിട്ടുണ്ടെങ്കിലാണ് ആ ഒരു സ്റ്റാറ്റസ് അവർക്ക് നിലനിർത്തി പോകാനായിട്ട് പറ്റുള്ളൂ. ദ ബിഹേവിയർ ഈസ് അനലൈസ്ഡ് വിത്ത് റെഫറൻസ് ടു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ ഗ്രൂപ്പ്സിൻ്റെ റെഫറൻസ് അനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും ബിഹേവിയർ അനലൈസ് ചെയ്യുന്നുണ്ടാവുക. അതായത് അവരുടെ ഗ്രൂപ്പുകൾ എങ്ങനെയാണോ റെഫർ ചെയ്യുന്നത് അയാളെക്കുറിച്ച് ആ ഒരു രീതിയിലാണ് അയാളുടെ ബിഹേവിയർ മാറുന്നുണ്ടാവുക. ആൻ ഓർഗനൈസേഷൻ ഷുഡ് പ്രൊമോട്ട് വെൽഫെയർ, ഫ്രീഡം, ഫ്രീ കമ്മ്യൂണിക്കേഷൻ ടു ഗ്രേറ്റർ ഔട്ട്പുട്ട്. കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷന് എന്ത് കൊടുക്കും? ക്ഷേമവും സ്വാതന്ത്ര്യവും ഒക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടാകും. ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ടാകും. ഇതാണ് ഈ ഒരു സോഷ്യൽ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് കൂടുതൽ എന്ത് കിട്ടണം? പ്രോഫിറ്റ് അല്ല, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഫിറ്റ് കിട്ടണം. ഇനി ആസ് ആൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സോഷ്യൽ റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ റിവാർഡായിട്ട് അയാൾ ചൂസ് ചെയ്യുന്നത് സോഷ്യൽ റിവാർഡ്സ് ആണ്, സ്റ്റാറ്റസ് ആണ്, സാറ്റിസ്ഫാക്ഷൻ, സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ആളുടെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ഇതൊക്കെയാണ് ഒരു സോഷ്യൽ മാൻ്റെ ഇതായിട്ട് വരുന്നത്. പിന്നെ സെൽഫ് ആക്ച്വലൈസിങ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ആക്ച്വലൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ബോധമുള്ള ആളാണ് സെൽഫ് ആക്ച്വലൈസിങ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെ പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസിങ് മീൻസ് ടു യൂസ് ദ കപ്പാസിറ്റി ഓഫ് ബിക്കമിങ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു സ്വയം യഥാർത്ഥമാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ കപ്പാസിറ്റി ബിക്കം ആൻ ഇൻഡിവിജ്വൽ കാപ്പബിൾ ഓഫ് ബിക്കമിങ്. അയാൾക്കാവുന്നതിൻ്റെ മാക്സിമം കാപ്പബിലിറ്റി അയാൾ കൊണ്ടുവരുന്നതിനെയാണ് കപ്പാസിറ്റി. ആൾക്ക് എത്ര പറ്റുമോ അത്രയും കാപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ കപ്പാസിറ്റി ആയിട്ട് കൊണ്ടുവരുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസിങ്. സ്വയം യാഥാർത്ഥ്യമാക്കുന്ന ഒരാൾ അയാൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം അയാൾ കൊണ്ടുവരും. അതാണ് സെൽഫ് ആക്ച്വലൈസിങ് മാൻ. മെൻ ഹു ആർ എൻഗേജ്ഡ് ഇൻ ഇന്നോവേഷൻ ആൻഡ് ക്രിയേഷൻ യൂസ് ദെയർ ഫുൾ എനർജി ടു അച്ചീവ് ഫൈനൽ ഗോൾ. ഇങ്ങനെയുള്ള ആൾക്കാർ അയാളുടെ പുതിയ ഐഡിയാസ്, ക്രിയേഷൻസ്, എല്ലാ എനർജിയും ഇങ്ങനെയുള്ള ഫൈനൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദിസ് മോഡൽ ഹാസ് ബീൻ ഡിസൈൻഡ് ബേസിസ് ഓഫ് ദ മാസ്ലോസ് ഹൈറാർക്കി തിയറി. മാസ്ലോവിൻ്റെ ഹൈറാർക്കി തിയറി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസിങ് മാനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ഓട്ടോണമി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓട്ടോണമീനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓട്ടോണമീനെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓട്ടോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഭരണാധികാരി ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒരാളാണ് കംപ്ലീറ്റ് ആയിട്ട് അത് ഭരിക്കുന്നുണ്ടാവും. അപ്പം സെൽഫ് ആക്ച്വലൈസിങ് ആയിട്ടുള്ള മാൻ ആളുടെ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് അയാൾ ആ ഒരു കമ്പനിയിൽ ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം അത് ആക്ച്വലി ഒരു ഓട്ടോണമി ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവുക. ദ റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ് സിസ്റ്റം ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഇൻട്രസ്റ്റിക് ഫാക്ടേഴ്സ് റേദർ ദാൻ ഫിസിക്കൽ എനർജി. അതിൽ റിവാർഡും അതേപോലെ പ്രോത്സാഹനവും ഒക്കെ എന്താണ് ആളുടെ ഏറ്റവും ശാരീരിക ഊർജത്തിനേക്കാൾ, ആളുടെ ഫിസിക്കൽ എനർജീനേക്കാളും ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളായി തോന്നുന്നത് ആൾക്ക് റിവാർഡ്സും അതേപോലെ തന്നെ ഇങ്ങനെ പ്രോത്സാഹന സംവിധാനങ്ങളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോംപ്ലക്സ് മാൻ. കോംപ്ലക്സ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ഉള്ള ഒരാളാണ് കോംപ്ലക്സ് മാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി, ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഈസ് അൺപ്രഡിക്റ്റബിൾ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം അൺപ്രഡിക്റ്റബിൾ ആണ്, പ്രവചനാതീതമാണ്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഹ്യൂമൻ ബീയിങ് ഈസ് കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് നീഡ്സ്, ഗോൾസ്, ആറ്റിറ്റ്യൂഡ്സ്, ലേണിംഗ് ആൻഡ് വാല്യൂസ്. ഈ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. നീഡ്സ് ആയാലും ഗോൾസ് ആയാലും ആറ്റിറ്റ്യൂഡ്സ് ആയാലും ലേണിംഗ് ആയാലും വാല്യൂസ് ആയാലും എല്ലാം കോംപ്ലക്സ് നിറഞ്ഞതാണ്. ആളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരെയും പോലെ എല്ലാവർക്കും ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് A man is complex because lack of cause and effect relationship in his behavior due to individual difference. ഇങ്ങനെയുള്ള ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഒരു കാരണമോ ഒരു ബന്ധമോ ഒന്നും ഇല്ലാത്തുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇൻ ഹിസ് ബിഹേവിയർ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇങ്ങനെയുള്ള ബിഹേവിയർ ഉള്ളതുകൊണ്ടാണ് ഇയാൾക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലോട്ട് എത്താനുള്ള ഒരു കാരണം. പിന്നെ കോംപ്ലക്സ് മാൻ ഈസ് അപ്ലിക്കബിൾ ടു പ്രസൻറ്റ് ഡേ മാൻ. കോംപ്ലക്സ് മാൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേയിലുള്ള ഒരു മാനുമായിട്ട് അപ്ലിക്കബിൾ ആണ്. കാരണം കൃത്യമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഇല്ല. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്ന് അൺപ്രഡിക്റ്റബിൾ. ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കോംപ്ലക്സ് മാൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓർഗനൈസേഷൻ ഷുഡ് ഡിസ്റ്റിങ്വിഷ് എമംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഡയഗ്നോസ് ദയർ ബിഹേവിയർ. അപ്പോൾ ഓർഗനൈസേഷന് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട് എമംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഡയഗ്നോസ് ദയർ ബിഹേവിയർ. ഇങ്ങനെയുള്ള വേർതിരിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽസിനെയും എന്താണ് അവരുടെ ബിഹേവിയർ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ, അതായത് അതെന്താണ് അവരുടെ ബിഹേവിയർ എന്നുള്ളത് കണ്ടെത്താൻ, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാരെ ബിഹേവിയർ എന്താണ് കറക്റ്റായിട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു രോഗനിർണയ സംവിധാനം ഓർഗനൈസേഷന് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. It should apply appropriate leadership styles, motivation, pattern, communication techniques and controlling strategies. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലും മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷനൊക്കെ മാറി മാറി പ്രയോഗിച്ച് നോക്കണം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ഷുഡ് ബി ഫ്രെയിംഡ് ഓൺ ദി ബേസിസ് ഓഫ് സിറ്റുവേഷണൽ ഡിമാൻഡ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സിറ്റുവേഷണൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും ഡിസൈനും ഒക്കെ ഫ്രെയിം ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ ടൈപ്സ് ഓഫ് മാന് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് മോഡൽസ് ഓഫ് മാന് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട് ഇൻഫ്ലുവൻസിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയറിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു അതിന് പറയാം, നിർണയിക്കുന്ന കാര്യങ്ങൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിനെ നിർണയിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഒരു പേഴ്സണാലിറ്റിനെ എന്തൊക്കെയാണ് നിർണയിക്കുക.
ഇപ്പം നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഓരോരോ കാര്യങ്ങളിലാണ് നിർണ്ണയിക്കുക. പക്ഷെ ഒരു ഓർഗനൈസേഷനിൽ എത്തുമ്പോൾ അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വണ്ണാണ് അതോറിറ്റേറിയൻ. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സ്വേച്ഛാധിപതി എന്നൊക്കെ പറയല്ലേ, ഒരാളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. എംപ്ലോയീസ് പൊസസിങ് ദിസ് ക്യാരക്ടറിക് വിൽ കമാൻഡ് റെസ്പെക്ട് ആൻഡ് അച്ചീവ് പ്രൊഡക്ഷൻ ടാർഗറ്റ്സ് ഇൻ ദ ഷോർട്ട് റൺ. ഇങ്ങനെയുള്ള അതോറിറ്റേറിയൻ ആയിട്ടുള്ള ആളെ എംപ്ലോയീസ് എപ്പോഴും കമാൻഡ് ആക്സെപ്റ്റ് ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും, അവർ പറയുന്ന കമാൻഡ് റെസ്പെക്റ്റ് ചെയ്യാനും, പിന്നെ അയാൾ പറയുന്ന രീതിയിൽ ഷോർട്ട് റണ്ണിൽ പ്രൊഡക്ഷൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും ഒക്കെ എന്താണ് ഉൽപാദനക്ഷമൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. ബട്ട് ഇൻ ദ ലോങ് റൺ വലിയ ഒരു സമയത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനോ മോട്ടിവേഷൻ കിട്ടാനോ ജോബ് സാറ്റിസ്ഫാക്ഷനോ ഉള്ളത് കുറവാണ്. കാരണം എപ്പോഴും ഒരാളുടെ അണ്ടറിൽ മാത്രം വർക്ക് ചെയ്യുമ്പോൾ ആസ് എ എംപ്ലോയി എപ്പോഴാണെങ്കിലും ഒരു 3 മാസം 6 മാസമൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ആസ് എൻ എംപ്ലോയി എല്ലാ ടൈമിലും ഒരാളുടെ അണ്ടറിൽ മാത്രം ആളുടെ കമാൻഡ് മാത്രം കേട്ട് വരുമ്പോൾ ഒബീവിയസ്ലി അതൊരു മോട്ടിവേഷൻ കുറവാകും. അതേപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയായി പോകും. അപ്പോൾ അതാണ് അതോറിറ്റേറിയൻ്റെ ഇതിൽ വരുന്ന പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സ്. പിന്നെ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇപ്പോൾ ഫോക്കസ് ഓഫ് കൺട്രോൾ എന്നായിരിക്കും കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ ബിലീഫ് റിഗാർഡിംഗ് ദ ഔട്ട്കം ഓഫ് ആക്ഷൻസ്. ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്കം ഓഫ് ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിലീഫാണ്. അതായത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഔട്ട്കം എന്താണോ, പുറത്തേക്കുള്ള ആക്ഷൻ എന്താണോ എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത്. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ദെയർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് ആക്ഷൻസ്. ചില ആൾക്കാരുടെ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് അവരുടെ സ്കില്ലും എബിലിറ്റിയും കാര്യങ്ങൾ കൊണ്ടാണ് ഔട്ട്കം ഇത്ര കിട്ടിയിട്ടുള്ളത് എന്ന്. പക്ഷെ ചില ആൾക്കാർ, സം പീപ്പിൾ ദാറ്റ് സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദെയർ ആക്ഷൻസ്. ചില ആൾക്കാർ ഞാൻ കൂടാതെ പുറത്തുനിന്ന് ആരോ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വിചാരിക്കും ഞാൻ മാത്രം കഷ്ടപ്പെട്ടോ, ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് ദൈവം കൂടെ സഹായിച്ചിട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ദൈവം സഹായിച്ചിട്ടാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പറയല്ലോ. അപ്പം ആ ഒരു രീതിയിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തോ ഒരു ഫാക്ടറും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഔട്ട്കം കിട്ടിയതെന്നും കൂടെ വിശ്വസിക്കുന്ന രണ്ടാമത്തെ ആള്. ബോത്ത് ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അബൻജീസം, എംപ്ലോയീസ് ടേൺ ഓവർ, മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ ഇൻട്രാക്ഷൻ. ഇതെല്ലാം തന്നെ ഈ 2 ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരും എംപ്ലോയീസിൻ്റെ ടേൺ ഓവറിനെയും മോട്ടിവേഷനും ജോബ് സാറ്റിസ്ഫാക്ഷനും എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അടുത്തത് മെക്കാവെലിനിസം. അതായത് ഈ കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നിക്കോളെ മെക്കാവലി. മെക്കാവലി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മെക്കാവലിനിസം എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് to the degree of individual efforts to gain control over organizational task. ഈ ഒരു ഇത് റെഫർ ചെയ്യുന്നത് ഡിഗ്രി ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്ട് ടു ഗെയിൻ കൺട്രോൾ. എത്രത്തോളം ഒരു ഇൻഡിവിജ്വൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ഡിഗ്രീനെയാണ് എന്ത് പറയുക, മെക്കാവലിനിസം എന്ന് പറയുന്നത്. എത്ര എഫേർട്ട് ചില ആൾ 100% എഫേർട്ട് ഇടുന്നുണ്ടാവും, ചില ആൾക്കാർ 50% ഇടുന്നുണ്ടാവുള്ളൂ, ചില ആൾക്കാർ 20% ഇടുന്നുണ്ടാവുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഈസ് ആക്റ്റീവ് ടു പാർട്ടിസിപ്പേറ്റ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആയിരിക്കും. ഇന്റർപേഴ്സണൽ ഗെയിം പ്ലേയിങ്ങിൽ വിൻ മോർ ആൻഡ് പെർസ്യൂഡ് ലെസ്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ കൂടുതൽ വിജയം കൊണ്ടുവരാനൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കും. പിന്നെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫീലിംഗ് ഓഫ് ലൈക്കിംഗ് ഓർ ഡിസ്ലൈക്കിംഗ് വൺ സെൽഫ്. ഒരാളെ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഉള്ളൊരു വികാരമാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. person with high self-esteem
ഹാസ് ഗ്രേറ്റർ ഡിസയർ ഫോർ സക്സസ്. ഇങ്ങനെയുള്ള ഒരു ഹൈ ഫീലിംഗ് ഉള്ള ഒരാൾക്ക് എപ്പോഴും പെട്ടെന്ന് മുന്നിലെത്തണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. ദേ ആർ റിസ്ക് ടേക്കേഴ്സ്, അവർ റിസ്ക് ടേക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു സക്സസ്, ഇൻഡിപെൻഡൻസ്, പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ. അവരെപ്പോഴും സക്സസ്സിനെ, വിജയത്തിനെയും സ്വാതന്ത്ര്യത്തിനെയും പ്രൈഡ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസിനെയും റെക്കഗ്നിഷൻ എല്ലാവരും തിരിച്ചറിയാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇത് എപ്പോഴും ആളുടെ ഉള്ളിലുണ്ടാകും. സോ ഇതാണ് നമ്മുടെ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. സോ നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ.